എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് കാലം കൂടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അവധിയുള്ളൊരു ദിവസമാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പൊ ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോയിട്ട് കുറെ ഇൻഫർമേഷൻസ് ഒരുപാട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പൊ നമുക്ക് നേരെ വയ്യാതിരിക്കുകയായിരുന്നു അല്ലേ? അതുകൊണ്ടൊക്കെയായിരുന്നു നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാതിരുന്നത് അല്ലേ? ഇപ്പോഴാണ് എല്ലാവരും ശരിയായത്. സോ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി താമസിച്ചത്. അപ്പൊ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങളുടെ താമസം മേപ്പിളിലുള്ള ബ്ലോക്ക് 1-ലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് മേപ്പിള ബീച്ചാണ്. അപ്പോൾ ഞങ്ങൾ ബീച്ച് സൈഡിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ മേപ്പിള എന്ന് പറയുന്നത് ഒരുപാട് മലയാളികൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മല്ലൂർ ജംഗ്ഷൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിതേ യാത്രയൊക്കെ കഴിഞ്ഞ് ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. മേപ്പിള ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മേപ്പിള ബീച്ച് വരുന്നത്. ഞങ്ങൾ മേപ്പിള ബ്ലോക്ക് 1-ലാണ് താമസിക്കുന്നതെന്ന് പല വീഡിയോയിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ചെറിയ അസുഖവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പലപ്പോഴും വീഡിയോ ചെയ്യാനൊക്കെ താമസിച്ചത്. അപ്പോൾ അവരിവിടെ വന്നിട്ട് സ്കൂളിലും കാര്യങ്ങളൊക്കെ ചേർത്തു. അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ പതിവ് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഏറ്റവും പുതിയ കുറേ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ ഒരു പോസ്റ്റായിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിരുന്നു. ഒന്ന്, നിങ്ങളുടെ വിസ വന്നവരുണ്ടോ അല്ലെങ്കിൽ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണോ, അതുപോലെ തന്നെ ഒന്നും ആകാത്തവരുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒന്നും ആകാത്തവരുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴെ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വായിക്കാം. അതിൻ്റെ കുറേ ഉത്തരം കാര്യങ്ങളൊക്കെ തരാം. അത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം. ഇപ്പോഴും വിസ വന്ന് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് പേര് ഇപ്പോഴും കുവൈറ്റിലോട്ട് കടന്നു വരുന്നുണ്ട്. നഴ്സുമാർ ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്. പഴയ പോലെ തന്നെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വരുന്ന ആൾക്കാരുടെ വിസയുടെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം നടന്ന് അവരോട് വന്നതിന് ശേഷം അവരുടെ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം പഴയതിനേക്കാളും സ്പീഡപ്പായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഗുഡ് ന്യൂസാണ് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ താമസിക്കുന്നവരെ തന്നെ വെക്കേറ്റ് ചെയ്ത് അവരെല്ലാം പുറത്തോട്ടൊക്കെ താമസം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഒരുപാട് റിക്രൂട്ട്മെൻറ്റുകൾ ഇനിയും നടക്കും എന്നുള്ള കാര്യമാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞ ഒരു വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി പകുതി വരെ ഒക്കെ ഉള്ളവരുടെയൊക്കെ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു. ഇനി ജനുവരി പകുതി കഴിഞ്ഞിട്ടുള്ളവരുടെയൊക്കെയാണ് നടക്കാനായിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നടന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ്സ് ഉള്ളവരുടെ ഒരു ഡീറ്റെയിൽസ് അവരെടുത്തിട്ട് റിലേറ്റീവ്സിൻ്റെ ഡീറ്റെയിൽസ് മേടിച്ചിട്ട് കുറേ പേരെയൊക്കെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരെയൊക്കെ കൂടുതൽ ആൾക്കാരെ ഇടയ്ക്കെന്നൊക്കെ വലിച്ച് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ എല്ലാം പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോക്കൽ മെയിൽ കിട്ടിയ ആൾക്കാരൊന്നും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ് മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ കുറച്ചൊക്കെ താമസിച്ചെന്ന് പറഞ്ഞാലും എന്തായാലും റിക്രൂട്ട്മെൻറ്റ് നടക്കും എന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്കൽ മെയിൽ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. കാര്യം എത്രത്തോളം വെയിറ്റ് ചെയ്യണം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ലോക്കം മെയിലൊക്കെ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ ആ ലോക്കം മെയിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ച് വെക്കണം. ചിലപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഒരു സിസ്റ്റർ വിളിച്ചിട്ട് നമ്മളോട് പറയുണ്ടായത്, മെഡിക്കൽ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ലോക്കമിൻ്റെ മെയിൽ അവർ ചോദിച്ചു എന്ന്, അതായത് മെഡിക്കൽ സെൻറ്ററുകാർ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വന്നിരിക്കുന്ന മെയിലുകൾ അത് നമ്മുടെ പ്രൂഫാണല്ലേ. ഒരിക്കലും അത് നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ടെൻഷനായിട്ട് വീണ്ടും മെസ്സേജ് അയക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ലോക്കം മെയിൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ലോക്കം മെയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സെലക്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ള കാര്യമാണ് ആദ്യമേ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റിന്റെ താഴെ വന്നിരിക്കുന്ന 1-2 കമന്റുകൾ ഞാൻ വായിക്കാം, അതിനുള്ള ഉത്തരങ്ങൾ നൽകാം. കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റിന്റെ താഴെ നിങ്ങൾക്ക് കമന്റായിട്ട് ചെയ്യാത്തത്. അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കാണുമല്ലോ, ഒരുപാട് ആൾക്കാർ കാണുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിള്ളേർ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്ക് ശ്രദ്ധ അങ്ങോട്ട് പോകും. വെയിറ്റിംഗ് ഫോർ വിസ പ്രോസസ്സിംഗ് മെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തായിട്ടുള്ള സനോജാണ് അങ്ങനെ ഒരു കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സനോജിനെ പോലെയുള്ളവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 വർഷമായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാവരും ഇതുവരെ ഒരു തരത്തിലുള്ള അപ്ഡേറ്റും അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് സത്യം. കാര്യം ഒരുപാട് പേര് അവരൊക്കെ നേരത്തെ ബംഗ്ലാദേശിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അവിടെ നിന്നൊക്കെ ജോബ് റിസൈൻ ചെയ്തിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ MOHലോട്ട് കിട്ടി, സെലക്ഷൻ ആയി എന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഇതുവരെ ഒരു അപ്ഡേറ്റും ഇല്ലാതെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് പറയാനായിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയാനായിട്ടുള്ളത്. നിങ്ങൾ വിഷമിക്കരുത് ഒരു കാരണവശാലും. കാര്യം കുറച്ചും കൂടെ ഇത്രയൊക്കെ നമ്മൾ സഹിച്ചു, ഇത്രയൊക്കെ നമ്മൾ ക്ഷമിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നും കൂടെ ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ വിസയുടെ പ്രോസസ്സൊക്കെ പെട്ടെന്ന് തന്നെ നടക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ വീണ്ടും നമ്മൾ ലിങ്കും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കുന്നുണ്ട് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ എപ്പോൾ നടക്കുമെന്ന് പറയാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ ഇനിയും
അവർക്ക് ആളെ ആവശ്യം ഉണ്ടാകുമായിരിക്കാം, അതുകൊണ്ടാണല്ലോ അവർ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോൾ നടക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല, തീർച്ചയായിട്ടും നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സനോജിനെ പോലുള്ളവരോട് പറയാനുള്ളത്, സനോജൊക്കെ വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ കുറേ മാസമായിട്ട്, 6-7 മാസമായിട്ട് ഞാൻ ഇത് തന്നെയാണ് നിങ്ങളോട് പറയാറുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. നിങ്ങളുടെ വിസയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാകും എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനുവരി പകുതി ഉള്ളവരുടെയൊക്കെ വരെയൊക്കെ എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പെട്ടെന്ന് തന്നെ കിട്ടും എന്നാണ് തോന്നുന്നത്. അടുത്ത ആളും മെസ്സേജ് ചെയ്തിരിക്കുന്നത് വെയിറ്റിംഗ് ഫോർ വിസ പ്രോസസ് മെയിൽ, ഇനി അപ്ഡേറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. അവരോടും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അടുത്ത ആൾ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് മാർച്ചിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു, മെയിൽ ഓഫർ ലെറ്റർ വന്നു, ജൂണിൽ ഇപ്പോൾ മെഡിക്കൽ ചെയ്യേണ്ട എന്നൊരു മെയിൽ വന്നു, പിന്നെ ഇതുവരെ നോ റെസ്പോൺസ്. ഉറപ്പായിട്ടും നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെഡിക്കൽ ചെയ്യാനായിട്ട് അവരെന്താണ് പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഡിക്കൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതായി പോയെന്ന് വരാം. അപ്പോൾ വാഫിദിൻ്റെ സെൻറ്ററിൽ നിന്ന് ചിലപ്പോൾ റൈസ് ആയി പോകും, അല്ലെങ്കിൽ അവർ ഇത് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മെഡിക്കലേക്ക് എടുക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നും കൂടെ വെയിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ജനുവരി പകുതി വരെ ഉള്ളവരുടെയൊക്കെയാണ് ഇതുവരെ ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഊഹിക്കാം നിങ്ങളുടെ എത്ര താമസിക്കും എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് നാട്ടിൽ ഇവിടെ കുവൈറ്റിലുള്ള ആൾക്കാർ, റിലേറ്റീവ്സ് ഉള്ളവരെയൊക്കെ പെട്ടെന്ന് എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷേ ഇപ്പോൾ പഴയ പോലെ വീണ്ടും ആയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് താമസിക്കത്തില്ല, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെപ്പോലുള്ളവർക്ക് കയറി വരാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. മറ്റൊരു കാര്യമാണ്, വിസ വന്നു, ജനുവരി ബാച്ച്, സർജിക്കൽ വാർഡ്, ഇൻ്റർവ്യൂ ഫെബ്രുവരി 12 ഓഫർ ലെറ്റർ, ഡിസംബർ 31 വിസ വന്നു എന്ന് പറഞ്ഞു. സന്തോഷമായിട്ടുള്ള കാര്യം. ഒരുപാട് ആൾക്കാർ അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബറിലും ജനുവരിയിലൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്ന്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, പഴയ വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് നോക്കുക, അതിനകത്തൊക്കെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എയർപോർട്ടിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിഷ്യലി നിങ്ങൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ കൊണ്ടുവരേണ്ടത് എന്നൊക്കെ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഒരു പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിഫോം കയ്യിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു സെറ്റ് യൂണിഫോം കയ്യിൽ കരുതുക. അതുപോലെ തന്നെ ഒരു ഷൂസ്, അതായത് വൈറ്റ് ഷൂസ്, വൈറ്റ് സോക്സ് ആയിട്ട് ഉള്ള ഷൂസ് ഇവിടെ കയ്യിൽ കരുതുക. ഇത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികളെല്ലാം, അതായത് കളർ കോപ്പികൾ തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. ഒരു 3-4 കോപ്പികൾ നിങ്ങൾ കയ്യിൽ കരുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ഫോട്ടോ, ഒരു 4x6 സൈസിലുള്ള ഫോട്ടോ നിങ്ങൾ കയ്യിൽ കരുതുക. അത് ഒരു 10-15 20 ഒക്കെ ഉണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിലെല്ലാം കോസ്റ്റ്ലി ആണ് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത്. പിന്നെ കുറേ കമൻറ്റുകൾ നമുക്കിവിടെ ഉണ്ട്. ആ കമൻറ്റുകളും കൂടെ ഞാൻ വായിക്കാം, അതിനുള്ള ഉത്തരങ്ങൾ നൽകാം. തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റുകൾ ചെയ്യുക. ആ കമൻറ്റുകൾക്കുള്ള മറുപടി ആയിട്ടാണ് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി എല്ലാ ദിവസവും ഒരു 2 ദിവസം കൂടുമ്പോൾ തന്നെ വീഡിയോസ് വരും. വീഡിയോസ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇതുപോലെ ഒരു പോസ്റ്റ് നമ്മൾ ഇറക്കുന്നതാണ്. എന്നാണ് വീഡിയോ, എപ്പോഴാണ് വീഡിയോ, എത്ര സമയത്തിനുള്ളിൽ ആണ് വീഡിയോ വരുന്നത് എന്നുള്ളതിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇറക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ സജീവമായിട്ട് വരും എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഒരു കമൻറ്റ് ഞാൻ വായിക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, വിസ വന്നു ബട്ട് മെഡിക്കൽ ഫിറ്റ്നസ് ആയിട്ടില്ല. ഒരു മെയിലിൽ മെഡിക്കൽ ഡൺ ത്രൂ വാഫിദ് ഇൻ 2025 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്ന മെയിലിൽ അങ്ങനെയില്ല, മെഡിക്കൽ ഇനി ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ, വൺസ് നമ്മൾ മെഡിക്കൽ എടുത്തതിന് ശേഷം വാഫിദ് സെൻറ്ററിൻ്റെ അകത്ത് നമ്മൾ മെഡിക്കൽ അൺഫിറ്റ് എന്നോ അല്ലെങ്കിൽ മെഡിക്കൽ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു രീതിയിലുള്ളത് കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ട് ഇതൊന്ന് അന്വേഷിച്ചിട്ട് ഞാൻ പറയാമെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എന്താണ് സ്റ്റാറ്റസ് നമുക്കറിയത്തില്ല. കാര്യം മെഡിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാൻ സാധിച്ചത്, വാഫിദിൻ്റെ അകത്ത്, വാഫിദ് സെൻറ്ററിൻ്റെ അകത്ത് കയറി ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാനൊരു വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതിൽ കയറി നമുക്ക് ചെക്ക് ചെയ്യാമായിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ പ്രസൻ്റ്ലി നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാമായിരുന്നു. അങ്ങോട്ട് പോകല്ലേ, ഇങ്ങ് വന്നേ അമ്മു, ഇങ്ങോട്ട് കയറി. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കമൻറ്റ് ഇട്ട ആൾ അടുത്ത ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ആ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് പറയുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വിവരവുമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രോ ആയിരുന്നു ഒരു ആശ്വാസം, ഫാമിലി വന്നപ്പോൾ തിരക്കായിപ്പോയി, ബട്ട് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ഞാനത് സ്ഥിരം എല്ലാ ദിവസവും ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ എനിക്കത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷേ എങ്കിലും വരുന്ന ദിവസങ്ങളിലെല്ലാം ഓപ്പൺ ചെയ്യണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇത് നിങ്ങൾ ഇപ്പം തന്നെ കാണുന്നില്ലേ, ഇവർ രണ്ടുപേരും അപ്പോൾ കൂടി കയറി ആ പാൻറ് നനഞ്ഞില്ലേ, രണ്ടുപേരും കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര വികൃതികളാണ്. അപ്പോൾ ഞാനിപ്പോൾ വൈഫിന് നൈറ്റ് ഡ്യൂട്ടി, ഈവനിങ് ഡ്യൂട്ടിയാണ്. അപ്പോൾ എനിക്കിപ്പോൾ നൈറ്റ് ഡ്യൂട്ടി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വെളിയിലോട്ടൊക്കെ ഇറങ്ങിയതാണ്. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ബോറാ. അമ്മ ഇങ്ങോട്ട് കയറിയേ,
അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും വീഡിയോ ചെയ്യാനായിട്ട് താമസിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. അതുപോലെ ഒരു വിവരമില്ല, വെയിറ്റിംഗ് ഫോർ വിസ മെയിൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഇത് തന്നെയാണ്, വിസയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ആണ്, നിങ്ങൾക്ക് അറിയാനായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല, ലോക്കൽ മെയിൽ കിട്ടിയിട്ടുള്ളവരാണ് നിങ്ങളെല്ലാം എന്ന് എനിക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ പേരുടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. ഏകദേശം ജനുവരി പകുതി വരെ ഉള്ളവരുടെയാണ് ഇതുവരെ ആയിരിക്കുന്നത് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. വരും ദിവസങ്ങളിൽ വീണ്ടും അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും സമാധാനമായിട്ടിരിക്കുക, എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും